ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഈ ലൈൻ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഈ മരങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന പൊക്കം മരങ്ങൾ ചില്ലകളൊക്കെ മുറിക്കുമല്ലോ. അങ്ങനെ നമ്മളിവിടെ അപ്പുറത്ത് മാമച്ചിയുടെ ഇവിടെ മുരിങ്ങ മുറിച്ചേട്ടോ. മുരിങ്ങ ഇതുപോലെ കമ്പ് കുറച്ചൊക്കെ കോതി വിട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ മുരിങ്ങയിൽ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ തപ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ അമ്മൂമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സെയിം സമയത്താണ് ഇതുപോലെ വന്നിട്ട് അവർ മുറിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ കുറച്ച് ആഗ്രഹിച്ചെടുത്ത് ഒരുപാട് കിട്ടി കേട്ടോ. അപ്പോൾ കുഞ്ചൂസ് സീതമ്മയും കൂടി അതെല്ലാം പോയി പറക്കി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാനിരുന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ നമുക്ക് പകുതി തന്നെ മതിയാകും. അപ്പോൾ നമ്മൾ അതിനെടുത്ത് തോരൻ വയ്ക്കാനായിട്ട് പോവാണേ. മുരിങ്ങയില തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില എടുത്തെടുത്തിട്ടുണ്ട്. തോരൻ ഇഷ്ടമാണ് എങ്കിലും അതിനെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മൂമ്മയും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു. കുഞ്ചൂസിനെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഇല്ലമ്മ എന്നെ കൊണ്ട് പറ്റണില്ല, അത് പൊട്ടിപ്പോണ്, ഒടിഞ്ഞു വീണ്, മുറിഞ്ഞു വീണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാനും അമ്മൂമ്മയും കൂടെ ഇരുന്ന് അതിനൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കടുക് വറുത്തിട്ട് വേവിക്കാനും കൂടി വെച്ച്. ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ കറണ്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിലും വെട്ടം കുറവായിരിക്കും. തോരത്തിന് അരപ്പ് ഉണ്ടാക്കാനും അരച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ തോരനൊക്കെ പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് വിരവി എടുക്കുന്നതായതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ കടുക് വറുത്തിട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് കിടന്ന് കട്ടയും പിടിച്ചു പോവും, അതുപോലെ തന്നെ വേവത്തുമില്ല. അതുപോലെ തന്നെ ഇത് വലിയ പാത്രത്തിൽ വെച്ചില്ലെങ്കിൽ കിടന്ന് ഉണ്ടയായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്കവാറും ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് അത് ഒറ്റ ഉണ്ടയാക്കി എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ച് ഇട്ട് വെച്ചത്. അപ്പം അത് വേവാൻ വെച്ച സമയത്ത് തന്നെ തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെളുത്തുള്ളിയും ജീരകവും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പറഞ്ഞു എപ്പോൾ പറഞ്ഞാലും ഇഞ്ചിയും വെളുത്തുള്ളിന്ന് വരത്തുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി ജീരകവും കൂടി ചതച്ചെടുത്ത് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുരിങ്ങയില നന്നായിട്ടങ്ങ് വെന്ത് മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നരുടെ കുഞ്ചൂസ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അരപ്പിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അരപ്പൊന്ന് അനന്നപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ രസവും മീനൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് രസം വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബാക്കി. നമ്മൾ ബാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കാമെന്ന് വിചാരിച്ച് ബാക്കി കെട്ടിപ്പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കിട്ടി. വേണമെങ്കിൽ പറഞ്ഞാൽ ഇവിടെ കട തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ദിവസം കഴിയുമ്പോൾ ചീത്തയായി പോകൂടെ. ബാക്കി അതിൻ്റെ നല്ല സേഫായിട്ട് വെച്ച്. അപ്പോൾ തോരൻ റെഡിയായി. നല്ല തുറന്നിരിപ്പുണ്ട്. കുറച്ചൊന്ന് മൂത്ത് പോയെന്നൊരു സംശയം ഇല്ലാതില്ല. അല്ലേടാ കുഞ്ചൂസേ? കുറച്ചൊന്ന് മൂത്ത് പോയെന്നൊരു സംശയം ഇല്ലാതില്ല. തോരൻ നമ്മൾ വാങ്ങി വെച്ചിട്ട് പാത്രത്തിൽ നിന്ന് വാങ്ങിയെടുത്ത പിന്നെ അതിൽ ഒട്ടുമില്ല. ഈ ഉണ്ടായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പാത്രത്തിൽ എടുത്തത്. അപ്പോൾ നമുക്കിനി ചെറിയ ഏതെങ്കിലും പാത്രത്തിലോട്ടിട്ട് മാറ്റി വയ്ക്കാം.